ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ ആവേശകരമായ മനോഭാവം അല്ലെങ്കിൽ സമീപനം ടീമിലെ മറ്റുള്ളവരെ ശരിക്കും പ്രചോദിപ്പിക്കുന്നു. ഹിസ് എന്തൂസിയാസ്റ്റിക് ആറ്റിറ്റ്യൂഡ് റിയലി മോട്ടിവേറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ ടീം. ആവേശകരമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എന്തൂസിയാസ്റ്റിക്. മനോഭാവം അല്ലെങ്കിൽ സമീപനം, ആറ്റിറ്റ്യൂഡ്, ശരിക്കും, റിയലി, പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ്. ഹിസ് എന്തൂസിയാസ്റ്റിക് ആറ്റിറ്റ്യൂഡ് റിയലി മോട്ടിവേറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ ടീം. അദ്ദേഹത്തിന്റെ ആവേശകരമായ മനോഭാവം അല്ലെങ്കിൽ സമീപനം ടീമിലെ മറ്റുള്ളവരെ ശരിക്കും പ്രചോദിപ്പിക്കുന്നു. അവൾ വളരെ വിശ്വസിക്കാവുന്നവളാണ്. ജോലി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അവളെ ആശ്രയിക്കാം. ഷീ ഈസ് വെരി ഡിപ്പെൻഡബിൾ ആൻഡ് യു ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ ഹെർ ടു ഗെറ്റ് ദ ജോബ് ഡൺ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന, ഡിപ്പെൻഡബിൾ. ജോലി, ജോബ്. എല്ലായ്പ്പോഴും, ഓൾവേസ്. ആശ്രയിക്കുക, കൗണ്ട് ഓൺ. ഷീ ഈസ് വെരി ഡിപ്പെൻഡബിൾ ആൻഡ് യു ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ ഹെർ ടു ഗെറ്റ് ദ ജോബ് ഡൗൺ. ഷീ ഈസ് വെരി ഡിപ്പെൻഡബിൾ ആൻഡ് യു ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ ഹെർ ടു ഗെറ്റ് ദ ജോബ് ഡൺ. അവൾ വളരെ വിശ്വസിക്കാവുന്നവളാണ്. ജോലി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അവളെ ആശ്രയിക്കാം. എനിക്ക് നന്നായി ഉറങ്ങാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ സ്ക്രീൻ സമയം പരിമിതപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. I am trying to limit my screen time in the evenings so I can sleep better. ഉറങ്ങുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്ലീപ്പ്. വൈകുന്നേരങ്ങളിൽ, ഈവനിങ്സ്. സ്ക്രീൻ സമയം, സ്ക്രീൻ ടൈം. പരിമിതപ്പെടുത്തുക, ലിമിറ്റ്. ശ്രമിക്കുക, ട്രൈ. I am trying to limit my screen time in the evenings so I can sleep better. എനിക്ക് നന്നായി ഉറങ്ങാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ സ്ക്രീൻ സമയം പരിമിതപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മുടെ അടുത്ത പ്രോജക്റ്റിനായി ചില പുതിയ ആശയങ്ങൾ ആലോചിക്കാം. ലെറ്റ്സ് ബ്രെയിൻസ്റ്റോം സം ന്യൂ ഐഡിയാസ് ഫോർ അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ച കഴിഞ്ഞ്, ദിസ് ആഫ്റ്റർനൂൺ. അടുത്ത, നെക്സ്റ്റ്. പദ്ധതി, പ്രോജക്റ്റ്. പുതിയ ആശയങ്ങൾ, ന്യൂ ഐഡിയാസ്. ആലോചിക്കുക, ബ്രെയിൻസ്റ്റോം. ലെറ്റ്സ് ബ്രെയിൻസ്റ്റോം സം ന്യൂ ഐഡിയാസ് ഫോർ അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രോജക്റ്റിനായി ചില പുതിയ ആശയങ്ങൾ ആലോചിക്കാം. മഴയുണ്ടായിരുന്നിട്ടും എൻ്റെ പ്രഭാത നടത്തം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ദിവസത്തിന് വളരെ ഉന്മേഷദായകമായ തുടക്കമായിരുന്നു. Despite the rain, I managed to complete my morning walk, which was quite a refreshing start to the day. മഴ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റെയിൻ. മഴയുണ്ടായിരുന്നിട്ടും, despite the rain. പ്രഭാത നടത്തം, മോർണിംഗ് വാക്ക്. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. ദിവസം, ഡേ. വളരെ ഉന്മേഷദായകമായ, റിഫ്രഷിംഗ്. Despite the rain, I managed to complete my morning walk, which was quite a refreshing start to the day. മഴയുണ്ടായിരുന്നിട്ടും എൻ്റെ പ്രഭാത നടത്തം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ദിവസത്തിന് വളരെ ഉന്മേഷദായകമായ തുടക്കമായിരുന്നു. അപ്രതീക്ഷിതമായി എന്തോ അത്യാവശ്യ കാര്യം വന്നതിനാൽ എനിക്ക് യോഗം മാറ്റി നിശ്ചയിക്കേണ്ടി വന്നു. I had to reschedule the meeting because something urgent came up unexpectedly. അപ്രതീക്ഷിതമായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അൺഎക്സ്പെക്റ്റഡ്ലി. അത്യാവശ്യ കാര്യം, സംതിങ് അർജന്റ്. വന്നു, കേം അപ്പ്. യോഗം, മീറ്റിംഗ്. മാറ്റി നിശ്ചയിക്കുക, റീഷെഡ്യൂൾ. ഐ ഹാഡ് ടു റീഷെഡ്യൂൾ ദ മീറ്റിംഗ് ബിക്കോസ് സംതിങ് അർജന്റ് കേം അപ്പ് അൺഎക്സ്പെക്റ്റഡ്ലി. അപ്രതീക്ഷിതമായി എന്തോ അത്യാവശ്യ കാര്യം വന്നതിനാൽ എനിക്ക് യോഗം മാറ്റി നിശ്ചയിക്കേണ്ടി വന്നു. നീ പറഞ്ഞതുപോലെ പദ്ധതിക്ക് നേതൃത്വമില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശദീകരിച്ച് പറയാമോ? Could you elaborate on what you meant by saying that the project lacks direction? പദ്ധതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോജക്റ്റ്.
നേതൃത്വം, ഡയറക്ഷൻ. വിശദീകരിച്ച് പറയുക, എലാബറേറ്റ്. Could you elaborate on what you meant by saying that the project lacks direction? നീ പറഞ്ഞതുപോലെ പദ്ധതിക്ക് നേതൃത്വമില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശദീകരിച്ച് പറയാമോ? കാര്യങ്ങൾ ആലോചിച്ചതുപോലെ പോകാത്തപ്പോൾ പോലും അവൾ ശുഭാപ്തി വിശ്വാസമുള്ളവളായി ഇരിക്കാൻ ശ്രമിക്കുന്നു. She always tries to stay optimistic even when things don't go as planned. കാര്യങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് തിങ്സ്. ആലോചിച്ചതുപോലെ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തതുപോലെ, ആസ് പ്ലാൻഡ്. ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസ്റ്റിക്. ശ്രമിക്കുക, ട്രൈ. ഷി ഓൾവേസ് ട്രൈസ് ടു സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് ഈവൻ വെൻ തിങ്സ് ഡോണ്ട് ഗോ ആസ് പ്ലാൻഡ്. കാര്യങ്ങൾ ആലോചിച്ചതുപോലെ പോകാത്തപ്പോൾ പോലും അവൾ ശുഭാപ്തി വിശ്വാസമുള്ളവളായി ഇരിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ വെള്ളം കുടിക്കുക, ശരീരം സ്ട്രെച്ച് ചെയ്യുക പോലുള്ള കൂടുതൽ ആരോഗ്യകരമായ ശീലങ്ങൾ എൻ്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. ഐ എം ട്രൈങ് ടു ഇൻകോർപ്പറേറ്റ് മോർ ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ടു മൈ ഡെയിലി റൂട്ടീൻ ലൈക്ക് ഡ്രിങ്കിങ് മോർ വാട്ടർ ആൻഡ് സ്ട്രെച്ചിങ്. കൂടുതൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർ. വെള്ളം, വാട്ടർ. കുടിക്കുക, ഡ്രിങ്ക്. ശരീരം സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെച്ചിങ്. ആരോഗ്യകരമായ ശീലങ്ങൾ, ഹെൽത്തി ഹാബിറ്റ്സ്. ദിനചര്യ, ഡെയിലി റൂട്ടീൻ. ഉൾപ്പെടുത്തുക, ഇൻകോർപ്പറേറ്റ്. ശ്രമിക്കുക, ട്രൈ. ഐ എം ട്രൈങ് ടു ഇൻകോർപ്പറേറ്റ് മോർ ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ടു മൈ ഡെയിലി റൂട്ടീൻ ലൈക്ക് ഡ്രിങ്കിങ് മോർ വാട്ടർ ആൻഡ് സ്ട്രെച്ചിങ്. കൂടുതൽ വെള്ളം കുടിക്കുക, ശരീരം സ്ട്രെച്ച് ചെയ്യുക പോലുള്ള കൂടുതൽ ആരോഗ്യകരമായ ശീലങ്ങൾ എൻ്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. നമുക്ക് കാപ്പി കുടിക്കാൻ രണ്ടു പേർക്കും അനുയോജ്യമായ ഒരു സമയം കണ്ടെത്താൻ ശ്രമിക്കാം. ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് എ മ്യൂച്വൽ ടൈം ദാറ്റ് വർക്ക്സ് ഫോർ ബോത്ത് ഓഫ് us ടു ക്യാച്ച് അപ്പ് ഓവർ കോഫി. രണ്ടു പേർക്കും അനുയോജ്യമായ ഒരു സമയം, മ്യൂച്വൽ ടൈം. കണ്ടെത്തുക, ഫൈൻഡ്. ശ്രമിക്കുക, ട്രൈ. ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് എ മ്യൂച്വൽ ടൈം ദാറ്റ് വർക്ക്സ് ഫോർ ബോത്ത് ഓഫ് us ടു ക്യാച്ച് അപ്പ് ഓവർ കോഫി. നമുക്ക് കാപ്പി കുടിക്കാൻ രണ്ടു പേർക്കും അനുയോജ്യമായ ഒരു സമയം കണ്ടെത്താൻ ശ്രമിക്കാം. സാങ്കേതിക വിദ്യ നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം ഗഹനമായ അറിവ് നൽകുന്നു. This book provides a very insightful look into how technology affects our relationships. സാങ്കേതിക വിദ്യ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടെക്നോളജി. ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. ബാധിക്കുക, അഫക്റ്റ്. എങ്ങനെ, ഹൗ. പുസ്തകം, ബുക്ക്. ഗഗനമായ അറിവ് അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവ്, ഇൻസൈറ്റ്ഫുൾ ലുക്ക്. നൽകുക, പ്രൊവൈഡ്. ദിസ് ബുക്ക് പ്രൊവൈഡ്സ് എ വെരി ഇൻസൈറ്റ്ഫുൾ ലുക്ക് ഇൻ ടു ഹൗ ടെക്നോളജി അഫക്ട്സ് അവർ റിലേഷൻഷിപ്സ്. സാങ്കേതിക വിദ്യ നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം ഗഗനമായ അറിവ് നൽകുന്നു. അവൻ വളരെ ഒഴുക്കോടെ സംസാരിക്കുന്നതിനാൽ ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ മാതൃഭാഷയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. He speaks so fluently that you can hardly tell English is not his first language. ഒഴുക്കോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലുവൻലി. സംസാരിക്കുക, സ്പീക്ക്. മാതൃഭാഷ, ഫസ്റ്റ് ലാംഗ്വേജ്. പറയുക, ടെൽ. He speaks so fluently that you can hardly tell English is not his first language. അവൻ വളരെ ഒഴുക്കോടെ സംസാരിക്കുന്നതിനാൽ ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ മാതൃഭാഷയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവൾ നൽകിയ സത്യസന്ധമായ പ്രശംസ എന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. She gave me a genuine compliment that really boosted my confidence. നൽകുക, give. നൽകി, gave. സത്യസന്ധമായ, ജെനുവിൻ. പ്രശംസ, കോംപ്ലിമെന്റ്. ആത്മവിശ്വാസം, കോൺഫിഡൻസ്. വർദ്ധിപ്പിക്കുക, ബൂസ്റ്റ്. വർദ്ധിപ്പിച്ചു, ബൂസ്റ്റഡ്. She gave me a genuine compliment that really boosted my confidence. അവൾ നൽകിയ സത്യസന്ധമായ പ്രശംസ എന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെന്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.
നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസസ് അല്ലെങ്കിൽ ഈ സെന്റൻസസ് വഴി മനസ്സിലാക്കിയ വെക്കാബുലറി നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.